AI ഇല്ലാതെ എങ്ങനെ ഇമേജ് എഡിറ്റ് ചെയ്യാമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ജെമിനി ആപ്പിലൊന്നും കുട്ടികളെ സപ്പോർട്ട് ചെയ്യാത്ത കാരണം നമുക്ക് നമ്മുടെ ഇൻഷോട്ട് തന്നെയാണ് ഏറ്റവും ബെറ്റർ. ആദ്യം ഞാൻ എൻ്റെ കഥയിലെ നായകൻ ഉണ്ണിമുകുന്ദൻ്റെ ഫോട്ടോ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ആദ്യം കട്ടൗട്ട് ചെയ്യണം. കട്ടൗട്ട് പോയിട്ട് ജസ്റ്റ് കട്ടൗട്ട് കൊടുത്താൽ തന്നെ ഫോട്ടോ കട്ടൗട്ടായിട്ട് കിട്ടും. പിക്ചർ അത് അതിൽ കാണുന്ന പോലെ അതിൽ ക്ലിക്ക് ചെയ്താൽ മതി. അതുപോലെ പുതിയ ന്യൂ ഇമേജ് കൊടുത്ത് രേവതി ശർമ്മയുടെ ഫോട്ടോ സേവ് ചെയ്തിട്ടുണ്ട്. അതിൽ റൈസർ ചെയ്യേണ്ട ഭാഗം റൈസർ ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അത് സേവ് ചെയ്ത് വെച്ചു. ഇനി അടുത്തത് കുഞ്ഞി എന്ന കഥാപാത്രം നിതാരയാണ്. നിതാരുടെ ഫോട്ടോയും ഇതുപോലെ കട്ടൗട്ട് ചെയ്തു. റൈസർ ചെയ്യേണ്ടതുണ്ടായിരുന്നില്ല, അതുകൊണ്ട് ചെയ്തില്ല. അതും സേവ് ചെയ്ത് വെച്ചു. ഇനി ആദ്യം സേവ് ചെയ്ത ഉണ്ണിമുകുന്ദൻ്റെ ഫോട്ടോ എടുത്തിട്ട് അതിൽ PIP എന്നൊരു ഓപ്ഷൻ കാണാം. അതാണ് നമ്മൾ അടുത്ത ഫോട്ടോ വെക്കാൻ വേണ്ടിയിട്ട് എടുക്കേണ്ടത്. നായികയുടെ ഫോട്ടോ വെച്ചു, PIP എടുത്തിട്ട് തന്നെ കുട്ടിയുടെ ഫോട്ടോയും വെച്ചു. ഇനി നമ്മൾ കഥയുടെ പേര് കൊടുക്കുകയാണ്. പുനർവിവാഹം എന്നാണ് കഥയുടെ പേര്. അത് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്കിനി എഡിറ്റിൽ പോയിട്ട് നമുക്ക് കറക്ഷൻ ചെയ്യാം. കളർ ചേഞ്ച് ചെയ്യാനും ഷാഡോ കൊടുക്കാനോ ബോർഡർ കൊടുക്കാനോ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇതൊക്കെ എഴുതിയത് ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്താൽ മതി, നമുക്കെല്ലാം മനസ്സിലാവും. ബാക്ക്ഗ്രൗണ്ടിൽ കൊടുത്താൽ സെറ്റ്.